തിരുവെഴുത്ത് പറയുന്നത് പോലെ നിങ്ങൾ എന്താസൂത്രണം ചെയ്താലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. MCBC ഫാദേഴ്സിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉപദേശിച്ച് 2014 മെയ് 24 തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ തുടങ്ങിയതാണ് സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ആൻഡ് ഹോസ്റ്റൽ. എന്നാൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ വിദ്യാർത്ഥികൾ കുറവായതിനാൽ സേക്രഡ് ഹാർട്ട് കോൺവെന്റിന്റെ ഹോസ്റ്റൽ പ്രവർത്തനങ്ങൾ ക്രമേണ നിലച്ചു. ഒരു കോളേജ് തുടങ്ങണമെന്ന തീവ്ര ആഗ്രഹവുമായി കൊല്ലം ജില്ലയിൽ പുനലൂരുള്ള PV ബിനു എന്ന ചെറുപ്പക്കാരൻ സേക്രഡ് ഹാർട്ട് കോൺവെന്റിലെ റോസ്ലി മദറിനോട് തന്റെ ആഗ്രഹം ഉന്നയിക്കുകയും നെക്സ്റ്റ് വീക്കിൽ മദർ സുപ്പീരിയർ ഇറ്റലിയിൽ നിന്ന് ഇവിടെ സന്ദർശിക്കാൻ വരുമെന്നും അതൊരു ദൈവനിശ്ചയമാണ് നീ പറയുന്നതെങ്കിൽ അവർക്ക് നേരിട്ട് തന്നെ നിന്നെ സഹായിക്കാൻ കഴിയുമെന്നും റോസ്ലി മദർ പറയുന്നതനുസരിച്ച് അതേ ദിവസം തന്നെ ബിനു കോൺവെന്റിൽ വരികയും അവരോട് കോളേജ് തുടങ്ങാൻ ഉള്ള പദ്ധതിയെക്കുറിച്ചും കോഴ്സുകളെക്കുറിച്ചും വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സഭയ്ക്കല്ലാതെ ഒരു വ്യക്തിക്ക് തങ്ങളുടെ സ്ഥാപനങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന ഒരു നിയമം നിൽക്കെ തങ്ങളുടെ ആവശ്യം നിർദ്ധരായ അനേകം വിദ്യാർത്ഥികളുടെ പഠനം ആയി ബന്ധപ്പെട്ട ഒരു വിഷയമായതിനാൽ ഞങ്ങളുടെ അടുത്ത കൗൺസിൽ കൂടി ഞങ്ങളുടെ ഒരു തീരുമാനമെടുത്ത് ബിനുവിനെ അറിയിക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തെ അവിടെ നിന്നും യാത്ര അയച്ചു. St. Mary's Group of Institution is a very prestigious and dynamic educational organization, and it has been serving the society since 2018, and it is run by Guy Verghese Educational and Charitable Trust, and we are here working hard to provide high quality education in the field of nursing and paramedical courses. Here we are emphasize the all-round development of our students, and along with the theoretical knowledge we emphasize to provide competencies and skill development so that they can provide high quality patient care. Our alumni continue to shine like a star in the various healthcare institutions across India and around the world. Our trust and chairman very passionate to provide free education to the students, those who are coming from very marginalized economical background. Our students are very blessed to reside in the St. Mary's Convent Hostel, where their spiritual and emotional well-beings are nurtured in the divine environment. This atmosphere is enhancing the feeling of safety and security to our students. We are so grateful to our sisters for their constant emotional and spiritual support and motherly care. തുടർന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു സന്തോഷ വാർത്തയുമായി സിസ്റ്റർ ഷിബി ബിനുവിനെ വിളിക്കുകയുണ്ടായി. കൗൺസിൽ അംഗീകരിക്കുകയും ബിനു ആവശ്യമുന്നയിച്ചതുപോലെ കോൺവെന്റിന്റെ ഹോസ്റ്റലിന്റെ ഫസ്റ്റ് ഫ്ലോർ കോളേജ് നടത്താൻ കൊടുക്കാമെന്നും അറിയിച്ചു. അങ്ങനെ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ആൻഡ് ഹോസ്റ്റൽ എന്ന സ്ഥാപനം 2018 മുതൽ സെന്റ് മേരീസ് ഗ്രൂപ്പിന്റെ അലൈഡ് ഹെൽത്ത് കോളേജായി പ്രവർത്തനം ആരംഭിച്ചു. തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നഴ്സിംഗ്, പാരാമെഡിക്കൽ, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ വിജയകരമായി കഴിഞ്ഞ 6 വർഷക്കാലമായി ഇവിടെ നടത്തി വരുന്നു. സെൻറ്റ് മേരീസ് കോളേജ് ആരംഭിച്ച നമ്മുടെ കോൺവെൻറ്റ് ഇന്ന് സെൻറ്റ് മേരീസ് കോളേജിലെ നഴ്സിംഗ്, പാരാമെഡിക്കൽ വിദ്യാർത്ഥിനികളുടെ ഹോസ്റ്റലായി നടത്തി വരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും നിന്ന് അനേകം വിദ്യാർത്ഥികൾ ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നു. സെൻറ്റ് മേരീസ് കോളേജിൽ പഠിക്കുന്ന അവർക്ക് ആത്മീയമായും ഭൗതികമായും
വിദ്യാഭ്യാസപരമായും അവരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു. വിദ്യാർത്ഥികളെല്ലാം വളരെ സന്തോഷകരമായി ഈ ക്യാമ്പസിൽ പഠിച്ച് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. When St. Mary's Group of Institution first started, I was a part of this journey. Just begin with the Sacred Heart Convent along with these dedicated sisters. I felt a motherly touch when they are treated the students from all the corners. This place is not just a campus, it's a heaven for all these students to commit to learning, growing and embracing their life basics. Actually, this space that feels like a home where the curiosity meets compassion. തുടർന്ന് ഇവിടെ എത്തുന്ന നാനാമതസ്ഥരായ അനേകം വിദ്യാർത്ഥിനികൾക്ക് ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാനും വിശുദ്ധ കുർബാനയിലേക്ക് അവരെ അടുപ്പിക്കുവാനും സെന്റ് മേരീസ് ദൈവമാതാവിന്റെ ജപമാലയെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും മനസ്സിലാക്കി കൊടുക്കുവാനും ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സും പങ്കുവച്ചിട്ടുണ്ട്. COVID-19 വ്യാപനത്തെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിലും ഈ കോളേജിന്റെ നടത്തിപ്പിന് വേണ്ടി സിസ്റ്റേഴ്സ് ചെയ്ത പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാനാകാത്തത്. ആറ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളോട് തുടങ്ങിയ ഈ വിദ്യാലയം ഇന്ന് 14ഓളം കോഴ്സുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന തമിഴ്നാട്ടിലെ തന്നെ മികച്ച ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. It's a truth that cannot be forgotten. The role played by the Sacred Heart Convent and its dedicated sisters in the establishment of our beloved St. Mary's Group of Institution in Chenkota, and it is successfully operating till this day. One might even say the convent was born out of a specific mission to serve to start St. Mary's Group of Institution, which has been a beacon of hope of countless poor students. The value of their work extended far beyond the classroom. The personal commitment of the sisters to each student in our hostel, nurturing their ethical and educational growth, is truly invaluable. They are not just educators, they are guides. As we celebrate this successful journey, which began to many years ago, I offer a sincere praise that the congregation of teaching sisters of Dorothy, daughters of the Sacred Heart Convent, will continue to be our strength, walking along with us
we move towards a bright future. അതൊരു വിത്ത് മാത്രമായിരുന്നു. ആ വിദൂര ദിവസം സ്നേഹവും വിറയലും കൊണ്ട് നട്ട ഒരു ചെറിയ വിത്ത് ഇപ്പോൾ അതൊരു ശാഖകൾ വിടർത്തി ഒരു വലിയ വൃക്ഷമായി വളർന്നിരിക്കുന്നു. സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ.